പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI കോടതി ഇന്ന് വിധി പറയും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് സുപ്രധാനമായ വിധി പ്രസ്താവം വരുന്നത്. വിധി വരുന്ന പശ്ചാത്തലത്തിൽ പെരിയയിലും കല്യോട്ടും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഫെലിക്സ് നൽകും. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വളരെയധികം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. എനിക്ക് തോന്നുന്നു വിധി കേൾക്കാൻ ഇന്ന് രണ്ടുപേരുടെയും പിതാക്കന്മാരെത്തുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴത്തേക്ക് വിധി പറയുമായിരിക്കും ഫെലിക്സ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും 11 മണിയോടുകൂടിയാണ് കൊച്ചി CBI കോടതി ഈ കേസിൽ വിധി പറയുക. നമുക്കറിയാം 2019 കൃപേഷ്, ശരത് ലാൽ എന്നീ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഏതായാലും അതിൽ പിന്നീട് CBI ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതിയിൽ വലിയ വാദങ്ങളൊക്കെ നടന്നു. സർക്കാർ CBI ഇത് ഏറ്റെടുക്കുന്നതിനെതിരെ സുപ്രീം കോടതി വരെ സമീപിച്ചതാണ്. ഏറ്റവും ഒടുവിലാണ് ആ കേസ് CBI ഏറ്റെടുക്കുന്നതും. ഏതാണ്ട് 2022 CBI അന്വേഷണം ആരംഭിക്കുന്നു. 2023 ഇത് സംബന്ധിച്ച് വിചാരണ കൊച്ചി കോടതിയിൽ ആരംഭിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതായാലും വിധി പറയാൻ വേണ്ടി പോകുന്നു എന്നതാണ്. ഇപ്പോൾ ഇത് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി കുടീരത്തിലാണ് നമ്മളുള്ളത്. ഇന്നലെ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും അല്പസമയത്തിനകം കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ബേക്കൽ പോലീസും ഒപ്പം തന്നെ മറ്റ് ജില്ലയിൽ നിന്നുള്ള 100ഓളം പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഇന്നലെ കല്യോട്ട് ടൗണിൽ റൂട്ട് മാർച്ച് അടക്കം പോലീസ് നടത്തിയിരുന്നു. പ്രത്യേകിച്ചും വൻ സുരക്ഷാ മുൻകരുതലും പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു വിഷയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ, അച്ഛനും അമ്മയും അടക്കമുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അവർ നേരിട്ട് കോടതിയിലെത്തി വിധി കേൾക്കാനായി അവിടേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ, രാജ്ഭവൻ ഉണ്ണിത്താൻ MP അടക്കമുള്ളവർ അല്പസമയത്തിനകം, അതുകൊണ്ട് 11 മണിയോടുകൂടിയാണ് ഈ കേസിൽ കോടതി വിധി പറയുക. ആ സമയത്തേക്കും ഇവിടേക്ക് എത്തും. ഏതായാലും സുപ്രധാനമായൊരു വിധിയാണ് വരുന്നത്. കാസർഗോഡിന്റെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു ഇരട്ട കൊലയായിരുന്നു കൃപേഷിന്റെയും ശരത് ലാലിന്റെയും. പറയൂ ഫെലിക്സ്. തീർച്ചയായിട്ടും ഈ കേസ് കാസർഗോഡ് എന്ന ജില്ലയുടെ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ച ഒന്നായിരുന്നു 2019 നടന്ന ഈ കേസ്. അതായത് കൃപേഷ്, ശരത് ലാൽ എന്നീ 2 യുവാക്കളെയാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു ദിവസം രാത്രി അവർ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരികെ മടങ്ങി വരുന്ന വഴിക്കായിരുന്നു ഈ സംഭവം നടന്നത്. ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് വിലയിരുത്തിയ ഒരു കേസാണ്. അപ്പോൾ ആ കേസിൽ CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം മൊത്തം 24 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ട് ഉള്ളത്. 24 പേരിൽ ഭൂരിഭാഗം പേരും CPMന്റെ മെമ്പർമാരോ അല്ലെങ്കിൽ CPMന്റെ ഭാരവാഹിത്വം ഉള്ളവരോമാണ്. പെരിയയിലെയും കുഞ്ഞിരാമനും ഈ കേസിൽ പ്രതിയാണല്ലോ ഫെലിക്സ്. തീർച്ചയായിട്ടും KV കുഞ്ഞിരാമൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. പിന്നീട് പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട്. ഏരിയ സെക്രട്ടറി അടക്കം ഉള്ളവർ ഈ കേസിൽ പ്രതികളാണ്. അങ്ങനെ 14 പേരാണ് ഈ കേസിലെ പ്രതികൾ. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ തന്നെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നതാണ് CBI കോടതിയിൽ പ്രധാനമായും വാദിച്ചിട്ടുള്ളത്. അതായത് ഈ കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത്. നമുക്കറിയാം, കൃപേഷ് കൊല്ലപ്പെടുമ്പോൾ കൃപേഷിന് ഇവർ 19 വയസ്സ് മാത്രമാണ് പ്രായം. ശരത് ലാലിനാകട്ടെ 23 വയസ്സ്. അപ്പോൾ അത്രയും ചെറുപ്പപ്രായമുള്ള 2 യുവാക്കളാണ്. മാത്രമല്ല ഇവര് ഈ പ്രദേശത്തെ എല്ലാ പരിപാടികളിലും, അത് സാമൂഹ്യമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കോട്ടെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഒക്കെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി ഉണ്ടായിരുന്ന 2 യുവാക്കളെയാണ് ഒരു രാത്രി ഒരു സംഘം എത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അത് അതിക്രൂരമായൊരു കൊലപാതകമാണ്. കാരണം ആ വലിയ സ്വപ്നങ്ങൾ കണ്ടു വളർന്ന 2 യുവാക്കളാണ്. വെറും 23 ഒപ്പം തന്നെ 19 വയസ്സുള്ള 2 യുവാക്കളെ ഒരു രാത്രി ഒരു കൂട്ടം എത്തി വെട്ടിക്കൊലപ്പെടുത്തുക എന്നത് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായി CPMനുണ്ടാക്കിയ വലിയ ആഘാതം നമ്മൾ പിന്നീട് തെരഞ്ഞെടുപ്പുകളിലടക്കം കണ്ടതാണ്. 2019 രാജ്ഭവൻ ഉണ്ണിത്താൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. അതിനുശേഷം 2024 നടന്ന തെരഞ്ഞെടുപ്പിലും ഇവിടെ വിജയിക്കാൻ, അങ്ങനെ കാസർഗോഡിന്റെ രാഷ്ട്രീയ സ്ഥിതിയെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവം കൂടിയാണിത്. അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ കേസിലെ വിധി. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബം ഈ വിധിയെ കാത്തിരിക്കുന്നത്. അതേസമയം മറുവശത്ത് ഇതിൽ എന്ത് വിധി വരുമെന്ന് CPM ഉറ്റുനോക്കുന്നുണ്ട്. കാരണം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളുകൾ, ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ തന്നെ കേസിൽ പ്രതികളാണ്. അതുകൊണ്ട് ഈ കേസിലെ വിധി CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്.